കറി ഉണ്ടാക്കാം. എൻ്റേതായ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മഞ്ഞളും മുളകും ഉപ്പും കുറച്ച് തൈരൊക്കെ പുരട്ടി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചതാണ്. അതായത് പാനിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതാണ്. പിന്നെ ഇതിൽ ചേർക്കാനുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് ഇതൊക്കെ ഞാൻ മിക്സിയിൽ അടിച്ച് വെച്ചതാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക്. പിന്നെ അതിലേക്ക് ആവശ്യമായ തക്കാളി, ഒരു വലിയ 3 തക്കാളി ഉണ്ട്. പിന്നെ കുറച്ച് പുതിന, കുറച്ച് മല്ലിച്ചപ്പ്. പിന്നെ അതിലേക്ക് ആവശ്യമായ സവാള. ഇത് അത്യാവശ്യം മീഡിയം സൈസുള്ള 4 സവാളയാണ് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചിക്കൻ കറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഗ്യാസ് എത്തിച്ചു ചട്ടി വെച്ചു. നമുക്ക് ആദ്യം സവാള ഒന്ന് വഴറ്റിയെടുക്കണം. സവാള വഴറ്റാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിക്കാം. എണ്ണയൊന്ന് ചട്ടിയിൽ നിന്ന് ചൂടാവട്ടെ. എന്നിട്ട് നമുക്ക് സവാള അതിലേക്ക് ഇടാം. ചെറുതാക്കി, അത്യാവശ്യം ചെറുതാക്കി കേട്ടോ, നല്ല കുഞ്ഞായിട്ടൊന്നുമല്ല, നല്ലൊരു ഇതും ചെറുതാക്കി തന്നെയാണ് കട്ട് ചെയ്തത്. നമുക്ക് സവാള ഇടാം. സവാള നല്ലോണം വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പിട്ടാം. ഉപ്പ് ചേർക്കാം. നല്ല ഇളക്കിട്ട് സവാള വിടുക നന്നായിട്ട് വഴന്ന് വരട്ടെ. നമുക്ക് സവാളയെ നല്ലോണം വഴറ്റിയെടുക്കണം. അപ്പം അവിടെ സവാള വഴട്ടെ. അപ്പം നമ്മളെ സവാള കുറച്ച് ഓയിൽ ഒഴിച്ച് നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. നമ്മളെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. നല്ലോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വഴറ്റിയിട്ടില്ല, ഏകദേശം വഴറ്റിയിട്ടുള്ളൂ. ഇനിയിപ്പോൾ തക്കാളി മിക്സൊക്കെ വരുമ്പോഴത്തേക്ക് ഒന്നുകൂടി റെഡി ചെയ്യും. പക്ഷേ നമുക്കിതിലേക്ക് നമ്മളെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് എല്ലാം കൂടി അടിച്ച് വെച്ച പേസ്റ്റാണ് ഇതിലേക്ക് ഇടാം. എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ. ഓരോരുത്തരെ ഇപ്പോൾ കുരുമുളക് നല്ല എരിവ് കുറവ് വേണ്ടവർ ആ രീതിയിൽ കുരുമുളക് എടുക്കുക. ഇതിലിപ്പോൾ എരിവിൻ്റെ ഇത് വരുന്നതെന്ന് വെച്ചാൽ കുരുമുളകും പച്ചമുളകും. അപ്പോൾ പച്ചമുളക് ഞാനിപ്പോൾ ഒരു 4 പച്ചമുളക് എടുത്തിട്ട്, എരിവ് കുറവ് വേണ്ടവർ 2 എണ്ണം എടുത്താൽ മതി. കുരുമുളക് ഇതിലും കുറയ്ക്കുക, അങ്ങനെ ചെയ്താൽ മതി. ആദ്യം സവാളയാണ് ഇട്ടത്. സവാളേൻ്റെ അകത്തേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളകിൻ്റെ പേസ്റ്റാണ് ഇട്ടത്. നല്ലോണം അതിൻ്റെ പച്ചപ്പുഴ മാറുന്നവരെ നല്ലോണം ഒന്ന് വഴറ്റിക്കൊള്ളു. സവാളേൻ്റെ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ഇടാം. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി.
ഇനി ഇന്ന് തക്കാളി നല്ലോണം അരിഞ്ഞ് ഇതിലേക്ക് പിടിക്കട്ടെ. അപ്പോൾ നമ്മൾ സവാള ഇട്ടു, അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക് പേസ്റ്റ് ഇട്ടു, തക്കാളി ഇട്ടു. അതായത് കൂടി നല്ലോണം ഒന്ന് വെന്ത് ഇതാവട്ടെ. അപ്പം നമ്മൾ സവാളയും തക്കാളി നല്ലോണം വഴകി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്കിട്ട് ഇഞ്ചി, പച്ചമുളക്, വെള്ളുള്ളി, കുരുമുളകിൻ്റെ പേസ്റ്റ് എല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ഇടണം. അതായത് പൊടി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് കാശ്മീരി പൊടി ഇടണം. അത് കാശ്മീരി മുളക് പൊടി ഇട്ടു. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, നമുക്ക് ചിക്കൻ മസാലേൻ്റെ പൊടി ഇടും. ചിക്കൻ മസാല പൊടി ഇട്ടു. നമ്മുടെ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, കുറച്ച് ചിക്കൻ മസാല ഇട്ടു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനെ ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ സവാളയും തക്കാളിയൊക്കെ ഈ ചിക്കൻ ഫ്രൈയിലേക്കാണ് പിടിക്കുക. അപ്പോൾ നമ്മൾ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ചിക്കൻ ഇട്ടു. ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇടാം. എന്നിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ എല്ലാം ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ കറിയാണ്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് ചിക്കൻ വേവാൻ മാത്രമൊന്നുമില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്രൈ ചെയ്ത ചിക്കനാണ്. എന്നാലും ഈ മസാലയും ചിക്കനും എല്ലാം കൂടി പിടിച്ച് നല്ലോണം സെറ്റാവണമെങ്കിൽ വെള്ളം ഒഴിച്ച് വേവിക്കാൻ തന്നെ വേണം.
അപ്പം നമ്മളെ ചിക്കൻ കറി ഒന്ന് വേവട്ടെ. ചിക്കനും നമ്മുടെ ആ മല്ലിച്ചപ്പും പുതിനയും സവാളയും തക്കാളിയും നമ്മളെ പേസ്റ്റും എല്ലാം കൂടി സെറ്റാവട്ടെ. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മളെ ചിക്കനും നല്ലോണം മസാലയൊക്കെ പിടിച്ച് വെന്തിട്ടുണ്ട്. കാണാം, സെറ്റായി. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മളെ മസാലയും ചിക്കനും എല്ലാം കൂടി പിടിച്ച് നമ്മളെ ചിക്കൻ്റെ കറി നല്ല സെറ്റായിട്ടുണ്ട്. ചോറിന് കൂട്ടാം, പൊറാട്ട, ചപ്പാത്തി, പത്തിരി എന്തിന് കൂട്ടിയാലും നല്ല ടേസ്റ്റാണ്. നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. ഇതിൽ നല്ലോണം ഉണ്ടാക്കാൻ അറിയുന്നവരുണ്ട്, ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മൾ ചിക്കൻ കറി സെറ്റായി. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് എല്ലാവരും ചെയ്യണം. മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ എടുക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ. ഹാപ്പി സൺഡേ.